നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ക്ഷീരകർഷകർക്ക് പ്രചോദനമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് മിൽമ കാഴ്ചവെക്കുന്നതെന്ന് മുഹമ്മദ് മുഹസിൻ MLA. മിൽമ കേരള ഫെഡറേഷൻ ഭാരവാഹികൾക്ക് ഓങ്ങല്ലൂരിൽ നൽകിയ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. മിൽമ കേരള ഫെഡറേഷൻ ചെയർമാൻ KS മണി, ഫെഡറേഷൻ ഡയറക്ടർ കോരൻ ഓങ്ങല്ലൂർ, മിൽമ മലബാർ മേഖല ഡയറക്ടർമാരായ K ചെന്താമര, S സനൂജ് എന്നിവർക്കാണ് കേരള കാർഷിക സംഘം, ഓങ്ങല്ലൂർ ക്ഷീരോത്പാദന സഹകരണ സംഘം എന്നിവയുടെ നേതൃത്വത്തിൽ ഓങ്ങല്ലൂർ സെന്ററിൽ സ്വീകരണം നൽകിയത്. കൂടുതൽ ആത്മവിശ്വാസത്തോടെയാണ് സഹകരണ സംഘങ്ങൾ മുന്നോട്ടു പോകുന്നതെന്നും ക്ഷീര കർഷകർക്ക് ഏറെ പ്രചോദനമാകുന്ന രീതിയിലാണ് മിൽമയുടെ പ്രവർത്തനമെന്നും സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയെ മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. ക്ഷീര കർഷകരുടെ മട്ടല്ലായി പ്രവർത്തിക്കുമ്പോൾ തന്നെ സമൂഹത്തിന്റെ വിശ്വാസ്യത ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ മിൽമക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു പ്രസ്ഥാനം ഏറ്റവും അഭിമാനകരമായിട്ട് മുന്നോട്ട് പോകുന്ന ഈ ഘട്ടത്തിൽ അതിന്റെ ഭാരവാഹികളായിട്ട്, പ്രത്യേകിച്ച് അതിന്റെ ചെയർമാൻ, അതോടൊപ്പം തന്നെ അതിന്റെ മറ്റു ഡയറക്ടർമാരായിട്ടുമൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന്, നമ്മുടെ ജില്ലയിൽ നിന്നുള്ള ആളുകൾ തെരഞ്ഞെടുക്കപ്പെടുകയും അത് ഈ പ്രദേശത്തിന് വലിയൊരു നേട്ടമായി മാറുകയും ചെയ്തിരിക്കുകയാണ്. മിൽമയുടെ ചെയർമാൻ ശ്രീ KS മണി, അദ്ദേഹം നമ്മുടെ പട്ടാമ്പിയിൽ വെച്ച് ക്ഷീരസംഗമം സംഘടിപ്പിക്കുന്ന സമയത്ത് സംസ്ഥാന തലത്തിലുള്ള ആദ്യത്തെ പരിപാടി പട്ടാമ്പിയിൽ വെച്ച് നമ്മൾ നടക്കുമ്പോൾ, പട്ടാമ്പിയിലെ ആദ്യത്തെ പരിപാടിയാണ്. അതിന്റെ സംഘാടകരായി നിന്നുകൊണ്ട് ആ പരിപാടിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ നിർദ്ദേശങ്ങളും നൽകുകയും വളരെ ആവേശത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമാവും ചെയ്യുമ്പോഴാണ് എനിക്ക് വ്യക്തിപരമായി അദ്ദേഹത്തെ കൂടുതൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ഈ മേഖലയിൽ അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒരു ക്ഷീര കർഷകനായി നിന്നുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായി ഈ മേഖലയിലെ പ്രവർത്തനങ്ങൾ, അതിനു മുമ്പും അദ്ദേഹം മിൽമ ചെയർമാൻ KS മണി അടക്കമുള്ളവരെ ചടങ്ങിൽ മുഹമ്മദ് മുഹസിൻ MLA ഉപഹാരം നൽകിയും പൊന്നാട അണിയിച്ചും ആദരിച്ചു. കഴിഞ്ഞ 5 വർഷം ചെയ്ത കർഷക ക്ഷേമ പ്രവർത്തനങ്ങളും ജനക്ഷേമ പ്രവർത്തനങ്ങളുമാണ് വീണ്ടും അധികാരത്തിലെത്താൻ കഴിഞ്ഞതെന്ന് യോഗത്തിൽ സംസാരിക്കവേ ചെയർമാൻ KS മണി പറഞ്ഞു. പാൽ ഉൽപാദനത്തിന്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. PM വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. AM നാരായണൻ, C അച്യുതൻ, മാണിക്കൻ, U അജയ്കുമാർ, P നാരായണൻ, PP വിജയൻ, KT പുഷ്പലത, സജീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പരുതൂർ സുശീലപ്പടി അഞ്ചുമൂല റെയിൽവേ മേൽപ്പാലം ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ അന്തിമഘട്ടത്തിൽ. തൃത്താല നിയോജക മണ്ഡലത്തിലെ പരുതൂർ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന സുശീലപ്പടിയെയും അഞ്ചുമൂലയെയും ബന്ധിപ്പിച്ചുകൊണ്ട് 32.9 കോടി രൂപ ചെലവഴിച്ചാണ് റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നത്. പാലം നിർമ്മാണത്തിന് റെയിൽവേയുടെ അന്തിമാനുമതി കഴിഞ്ഞ വർഷം ലഭിച്ചിരുന്നു. അടുത്ത ഘട്ടമായുള്ള സ്ഥലമേറ്റെടുപ്പിന്റെ ഭാഗമായി സർവേ കല്ലുകളും സ്ഥാപിച്ചു തുടങ്ങിയിരുന്നു. പാലം നിർമ്മാണത്തിനായി 23 പേരിൽ നിന്നായി 2.5 ഏക്കർ സ്ഥലമാണ് ഏറ്റെടുക്കേണ്ടത്. 445 മീറ്റർ നീളമുള്ള റെയിൽവേ മേൽപ്പാലത്തിന്റെ 51.4 മീറ്റർ ഭാഗത്തെ നിർമ്മാണ പ്രവർത്തികൾ റെയിൽവേയാണ് നടത്തേണ്ടത്. 10.15 മീറ്ററാണ് പാലത്തിന്റെ വീതി. റോഡ്സ് ആൻഡ് ബ്രിഡ്ജ് കോർപ്പറേഷനാണ് മേൽനോട്ടം വഹിക്കുന്നത്. നിലവിൽ റെയിൽവേ മേൽപ്പാലമോ റെയിൽവേ ഗേറ്റോ ഇല്ലാത്തതിനാൽ നിരവധി മനുഷ്യജീവനുകൾ പാലത്തിൽ പൊളിയാൻ ഇടയായിട്ടുണ്ട്. ഉരുളാൻപടിയിൽ ട്രെയിൻ തട്ടി മരിച്ച വാസുവാണ് ഇവിടെ പൊലിഞ്ഞ ഏറ്റവും ഒടുവിലത്തെ മനുഷ്യജീവൻ. സമീപകാലത്തായി ഒരു ഇതര സംസ്ഥാന തൊഴിലാളി അടക്കം 6-ലധികം ജീവനുകളാണ് ട്രെയിൻ തട്ടി അവസാനിച്ചത്. തീവണ്ടികളുടെ പാത മാറ്റുന്ന ട്രെയിൻ ട്രാക്ക് ചേഞ്ചിംഗ് സംവിധാനം അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. കൂടാതെ വന്ദേഭാരത് ഉൾപ്പെടെയുള്ള തീവണ്ടികളുടെ വേഗവും റെയിൽപാളം മുറിച്ചു കടക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഏറെ അപകട സാധ്യതയാണ് സൃഷ്ടിക്കുന്നത്. മേൽപ്പാലം യാഥാർത്ഥ്യമാകുന്നതോടെ നാട്ടുകാരുടെ ഇത്തരം ആശങ്കകൾക്കെല്ലാം പരിഹാരമാകും. നാടിന് ജലസമൃദ്ധിയേകാൻ ശേഷിയുള്ള ആനക്കര പന്നിയൂർ തുറ സംരക്ഷണമില്ലാതെ നശിക്കുന്നു. ഏക്കർ കണക്കിന് വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ജലാശയത്തെ പ്രയോജനപ്പെടുത്താനുള്ള പദ്ധതികളൊന്നും നടപ്പിലാകുന്നില്ല. വേനലിലും തുറയിൽ നിറയെ വെള്ളമുണ്ടെങ്കിലും പുല്ലും പായലും വളർന്ന് വെള്ളം കാണാൻ പറ്റാത്ത സ്ഥിതിയാണ്. പണ്ടുകാലങ്ങളിൽ പ്രദേശവാസികൾ കുടിക്കാനും കുളിക്കാനും കൃഷിക്കും ഇതിലെ വെള്ളമാണ് ഉപയോഗിച്ചിരുന്നത്. പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രത്തിന് സമീപമാണ് തുറ സ്ഥിതി ചെയ്യുന്നത്. പിൽക്കാലത്ത് പന്നിയൂർ ക്ഷേത്രത്തിന്റെ കീഴിലായിരുന്നു തുറ. പിന്നീട് 3.5 പതിറ്റാണ്ട് മുൻപാണ് പഞ്ചായത്ത് ഏറ്റെടുത്തത്. പാടശേഖരവും തുറയും ഒന്നായി കിടന്നിരുന്ന അവസ്ഥയിൽ നിന്ന് 1995 മുതൽ ത്രിതല പഞ്ചായത്തുകളുടെ സഹകരണത്തോടെ തുറയുടെ നവീകരണം ആരംഭിച്ചു. അന്ന് പല ഘട്ടങ്ങളിലായി തുറക്കെ അതിർവരമ്പുകൾ കെട്ടുകയും കുളിക്കാൻ സൗകര്യത്തിനായി പടികളും ഇടമതിലുകളും നിർമ്മിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് മാറിവന്ന പഞ്ചായത്ത് ഭരണസമിതികൾ വേണ്ടത്ര താൽപര്യം കാണിക്കാത്തതാണ് തുറയുടെ ഇപ്പോഴത്തെ ശോചനീയാവസ്ഥയ്ക്ക് കാരണം. കാലക്രമേണ വന്നെത്തിയ ചെളിയും ചേറും മാലിന്യവും അടിഞ്ഞുകൂടി തുറയുടെ ആഴം കുറഞ്ഞു. കൊടുമേനലിൽ പോലും വറ്റാത്ത ജലാശയം വേനലടുക്കുമ്പോഴേക്ക് വറ്റുന്ന അവസ്ഥയിലെത്തി. ഒരു പരിധിവരെ സമീപത്തുള്ള കിണറുകളിൽ ജലനിരപ്പ് താഴാതെ കാത്തുസൂക്ഷിക്കുന്നതിനും പന്നിയൂർ തുറയ്ക്ക് കഴിഞ്ഞിരുന്നു. ഇപ്പോൾ തുറയിലെ വെള്ളം വറ്റുന്നതോടെ സമീപ പ്രദേശങ്ങളിലെ കിണറുകളും കുളങ്ങളിലും
ജലനിരപ്പ് താഴും. തുറയിൽ അടിഞ്ഞുകൂടിയ ആഫ്രിക്കൻ പായലും ചെളിയും നീക്കം ചെയ്ത് ആഴം കൂട്ടിയാൽ മാത്രമേ ഭാവിയിലെ വരൾച്ചയ്ക്ക് പരിഹാരമാകൂ എന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. ഇതോടൊപ്പം വിനോദസഞ്ചാര മേഖലയിൽ ഉൾപ്പെടുത്തി ബോട്ടിംഗ് സംവിധാനം ഒരുക്കാനും ഇവിടെ സാധിക്കും. നീന്തൽ പരിശീലനത്തിനടക്കം സൗകര്യമുള്ള തുറ നവീകരിക്കുകയാണെങ്കിൽ ഏറെ പേർക്ക് ഉപകാരപ്പെടും. ത്രിതല പഞ്ചായത്തുകളുടെ കൂട്ടായ ശ്രമം ഇക്കാര്യത്തിൽ ഉണ്ടായാലേ ഇത് നടപ്പാക്കാനാകൂ. ഭയങ്കര നാശമായിട്ട് കിടക്കുന്ന അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. അതിൽ ചളിയും പായലും എല്ലാം അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൃഷിയുടെ ആവശ്യത്തിനും അല്ലെങ്കിൽ നാട്ടുകാർക്കാണെങ്കിൽ കുളിക്കാനും ഒക്കെ ഒരു ഉപകാരം അവിടെ ഒരു തുറയുന്നത്. പക്ഷെ ഇതിങ്ങനെ കിടക്കുന്നതുകൊണ്ട് ആർക്കും തന്നെ ഒരു ഉപയോഗമില്ലാത്തൊരവസ്ഥയിലാണ് കാണപ്പെടുന്നത്. അധികൃതരിൽ നിന്നും വേണ്ട ഒരു നടപടിയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പ്ലാസ്റ്റിക് കുപ്പിയിൽ പെട്രോൾ നൽകില്ലെന്നാരോപിച്ച് പെട്രോൾ പമ്പിലെ വനിതാ ജീവനക്കാരെ ഉൾപ്പെടെ മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്തതായി പരാതി. കൂറ്റനാട് കൂട്ടുപാതയ്ക്ക് സമീപത്തെ ആലിക്കൽ ഫ്യൂവൽസിലെ മാനേജർ വിജയകുമാറിനെയും മറ്റു ജീവനക്കാരെയുമാണ് ആക്രമിച്ചതായി പരാതിയുള്ളത്. കഴിഞ്ഞ ദിവസമാണ് കാറിലെത്തിയ 3-അംഗ സംഘം പമ്പിൽ സംഘർഷമുണ്ടാക്കിയത്. കുപ്പിയിൽ പെട്രോൾ നൽകുന്നത് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞതിനെ തുടർന്നായിരുന്നു കയ്യേറ്റം. ഓഫീസിലായിരുന്ന മാനേജരെ പിടിച്ചുവലിച്ച് പെട്രോൾ അടിക്കുന്ന സ്ഥലത്തെത്തിച്ച ശേഷം ബലമായി കുപ്പിയിൽ പെട്രോൾ നിറച്ച ശേഷം സംഘം മടങ്ങുകയായിരുന്നു. ജീവനക്കാർ CCTV ദൃശ്യങ്ങൾ സഹിതം നൽകിയ പരാതിയെ തുടർന്ന് ചാലിശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. ഓങ്ങല്ലൂർ വാടനാംകുറിശ്ശിയിൽ അങ്കണവാടി കം ക്രഷ് പദ്ധതിക്ക് തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പി ICDS പ്രോജക്ടിന് കീഴിൽ 110 അംഗൻവാടികളാണ് പ്രവർത്തിക്കുന്നത്. ഇതിൽ ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ 8-ാം വാർഡിൽ ഉൾപ്പെട്ട 7-ാം നമ്പർ ശ്രീനാരായണ അംഗൻവാടിയിലാണ് അംഗൻവാടി ക്രഷ് പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഓരോ വീടുകളിൽ നിന്നും നമ്മുടെ രക്ഷിതാക്കള് അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള രക്ഷിതാക്കളുണ്ട്. അവർക്ക് ചെറിയ കുട്ടികളായത് കാരണം 6 മാസം മുതലുള്ള കുട്ടികൾ വീട്ടിലുള്ളത് കൊണ്ട് ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥകൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമുക്ക് അവർക്കൊരു ഉപകാരം എന്ന് വെച്ചാൽ ജോലി നന്നായി പഠിച്ച ഒരു കുട്ടിയായിരിക്കും. അവർക്ക് ജോലിയുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു വീട്ടിലെ 2 പേര് ജോലിക്ക് പോയാലും ഒരു കാര്യം നടക്കാത്തൊരു കാലഘട്ടമാണ്. അപ്പോൾ 2 പേരും ജോലിക്ക് പോകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പഠിപ്പും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥ വരികയാണ്. അതിനൊക്കെ ഒരു ഉപകാരം ആവണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 8-ാം ശ്രീനാരായണ അംഗൻവാടി ക്രഷ് നമ്മൾ ഇവിടെ ഇന്ന് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത്. ചടങ്ങിൽ മെമ്പർ K അശോകൻ അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് TP രജീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രസന്ന, ശിശുവികസന പദ്ധതി ഓഫീസർ MT പ്രിയ, വേണുഗോപാൽ, രജീഷ്, ജ്യോതിലക്ഷ്മി, ശ്യാമിലി വിശ്വൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. രാവിലെ 7:30 മുതൽ വൈകിട്ട് 7 മണി വരെയാണ് അംഗൻവാടി ക്രഷിന്റെ പ്രവർത്തനം. 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികളെ ഉൾപ്പെടുത്തിയാണ് അംഗൻവാടി ക്രഷ് പ്രവർത്തിക്കുകയെന്ന് ശിശുവികസന പദ്ധതി ഓഫീസർ MT പ്രിയ പറഞ്ഞു. അംഗൻവാടി ക്രഷ് എന്ന പദ്ധതിയിൽ ഉദ്ദേശിക്കുന്നത് 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികളെ പരിപാലിക്കുന്നതിന് അമ്മമാർക്ക് ജോലിക്ക് പോകുന്നതിന് വേണ്ടി അവരെ പരിപാലിക്കാൻ സുരക്ഷിതമായ സ്ഥലത്ത് എത്തിക്കുക. അത് സാമ്പത്തികമായിട്ട് പ്രതിഫലമൊന്നും വാങ്ങാതെ കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുക, അവരുടെ പോഷകാഹാരം ഉറപ്പാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അംഗൻവാടി ക്രഷ് എന്ന പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും ഡോക്ടറേറ്റ് നേടിയ റണ്ണേഴ്സ് പെരിങ്ങോടിന്റെ മാരത്തോൺ താരമായ രാധിക ശ്രീകുമാറിനെ വേറിട്ട രീതിയിൽ ആദരം.
റണ്ണേഴ്സ് പെരിങ്ങോട് അംഗങ്ങൾ 10 കിലോമീറ്റർ ദൂരം ഓടിയാണ് വ്യത്യസ്തമായ രീതിയിൽ ആദരമൊരുക്കിയത്. ഓട്ടമാണ് ലഹരി എന്ന മുദ്രാവാക്യവുമായാണ് റണ്ണേഴ്സ് പെരിങ്ങോടിന്റെ 50ഓളം അംഗങ്ങൾ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ വരെയും തിരിച്ചുമായി 10 കിലോമീറ്റർ ഓട്ടത്തിൽ പങ്കാളികളായത്. മുതിർന്ന അംഗമായ റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടർ വി കുട്ടിനാരായണൻ രാധികയ്ക്ക് ഉപഹാരം നൽകി. അംഗങ്ങളായ KM റഷീദ് മാസ്റ്റർ, MP വിജയൻ, T ധർമ്മരാജൻ, PK കൃഷ്ണകുമാർ, M ഉഷ, KM ശ്രീലക്ഷ്മി, ത്യാഗരാജൻ എന്നിവർ സംസാരിച്ചു. റണ്ണേഴ്സ് പെരിങ്ങോടിന്റെ കോച്ച് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ MP മണി സ്വാഗതവും സിവിൽ പോലീസ് ഓഫീസർ വിമൽ ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. മേലാറ്റൂർ തോട്ടുങ്ങൽ രാമൻകുട്ടി എഴുത്തച്ഛന്റെയും ജാനകിയുടെയും മകളായ രാധിക പെരുമ്പിലാവ് അൻസാർ ട്രെയിനിംഗ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. പെരിങ്ങോട് പാലക്കീഴ് വീട്ടിൽ ശ്രീകുമാർ ഭർത്താവും ശ്രീറാം, ശ്രീദേവ് എന്നിവർ മക്കളുമാണ്. വല്ലപ്പുഴ പഞ്ചായത്തിലെ പട്ടികജാതിയിൽ ഉൾപ്പെട്ട കർഷകർക്ക് മുട്ടക്കോഴികളെ വിതരണം ചെയ്തു. കൈപിടിക്കാം കൈത്താങ്ങാകാം എന്ന പദ്ധതിയുടെ ഭാഗമായാണ് മുട്ടക്കോഴികളെ നൽകിയത്. കൃഷി വിജ്ഞാന കേന്ദ്രം പാലക്കാടും വല്ലപ്പുഴ കൃഷിഭവനും സംയുക്തമായാണ് വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 300ഓളം വരുന്ന പട്ടികജാതിയിൽ ഉൾപ്പെട്ട കർഷകർക്കായി കൈപിടിക്കാം കൈത്താവും എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. KVKയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്കീമാണ്, ഒരു അഡോപ്റ്റർ സ്കീമിനകത്ത് വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫലവൃക്ഷങ്ങൾ, അതുപോലെ തന്നെ പച്ചക്കറി തൈകൾ, അതുപോലെ തന്നെ കോഴിയുമായി ബന്ധപ്പെട്ട് മുട്ടക്കോഴി വളർത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾക്ക്, അങ്ങനെ മറ്റു തേൻ കൃഷിയുമായി ബന്ധപ്പെട്ട് താല്പര്യമുള്ളവർക്ക് തുടർന്ന് അങ്ങനെ ആ രീതിയിൽ നമുക്ക് ആവശ്യമായത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കർഷകർക്കിടയിൽ, നമ്മുടെ ആളുകൾക്കിടയിൽ മാക്സിമം എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടെ അങ്ങനെ ഏതെങ്കിലും ഘട്ടത്തിൽ മറ്റേതെങ്കിലും പദ്ധതികളുടെ ഭാഗമായി ലഭിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അതുകൂടെ അവരെ കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെയാണ് ഇത്തരത്തിലുള്ള പദ്ധതിയുടെ ഒരു വരവ്. അതുപോലെ തന്നെ വല്ലപ്പുഴയെ ഇതിനുവേണ്ടി KVK തെരഞ്ഞെടുത്ത് നല്ലൊരു മുന്നേറ്റം തന്നെയാണ് കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ വളരെ സന്തോഷം തോന്നിയ മറ്റൊരു കാര്യം, ഈ കഴിഞ്ഞ മീറ്റിംഗിലായാലും ഇപ്പോൾ ഇവിടെ ആയാലും ഇതിനു മുമ്പൊക്കെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, പഞ്ചായത്തുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ ഒരുപാട് ഗുണഭോക്താക്കൾക്ക് നൽകുന്ന ഒരുപാട് പദ്ധതികളുണ്ട്. കോഴി ആയിക്കോട്ടെ, പഞ്ചായത്തിന്റെയും പദ്ധതിയുണ്ട് കോഴി നൽകുന്നത്. അപ്പൊ അത്തരം പദ്ധതികളിലൊന്നും കാണാത്ത മുഖങ്ങളെയാണ് ഈ ഒരു സ്കീമിന്റെ ഭാഗമായി കഴിഞ്ഞ മീറ്റിംഗിലും ഇപ്പോഴും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ വല്ലപ്പുഴയിലെ ഇത് ലഭിക്കാത്ത ആളുകൾക്ക് കൂടെ ലഭിക്കുക എന്നുള്ള ഒരു ആഹ്ലാദവും സന്തോഷവും കൂടെ ഭരണസമിതി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ഓരോരുത്തർ. പാലക്കാട് കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ എനിമൽ ഹസ്ബൻഡറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ സ്മിജിഷ പദ്ധതി വിശദീകരണം നടത്തി. നമ്മളിപ്പം കുറച്ച് പേർക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്, ബാക്കി എല്ലാവർക്കും സെഷൻ ബൈ സെഷനായിട്ട് കൊണ്ടുവരുന്നതാണ്. നമ്മളിപ്പോൾ കൊണ്ടുപോയി കഴിഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് വേഗം വെള്ളം കൊടുക്കണം. അവരിപ്പോൾ ഒരു 2 മണിക്കൂർ അവർ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളവും തീറ്റയും കൊടുത്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ 2 മണിക്കൂർ കഴിച്ചിട്ടില്ല. മഞ്ഞൾ, പച്ചമഞ്ഞൾ അല്ലെങ്കിൽ പച്ചമഞ്ഞളും വെളുപ്പിലും കൂടെ ചതച്ചിട്ട് വെള്ളം ഇന്ന് കൊടുക്കാം കേട്ടോ. ഇന്ന് മാത്രം കൊടുത്താൽ മതി, പിന്നെ കുഴപ്പമൊന്നുമില്ല. സാധാരണ നമ്മളോട് സ്റ്റാർട്ടർ തീറ്റയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. സ്റ്റാർട്ടർ തീറ്റ നിങ്ങൾ സ്റ്റാർട്ടർ തീറ്റ കുറച്ച് മേടിക്കണം. എന്നിട്ട് നിങ്ങൾ സാധാരണ തീറ്റയിലേക്ക് പതുക്കെ കൊണ്ടുവരാം. ഇത് അഴിച്ചിട്ട് വളർത്താൻ പറ്റുന്ന കോഴികളാണ്. പിന്നെ എല്ലാവരും കൂടുണ്ടെന്ന് വിശ്വസിക്കണം. കീരിയും പട്ടിയൊന്നും കടിക്കാതെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 5 മാസം കഴിഞ്ഞ് മുട്ടയിടുന്നതാണ്. ത്രിവേണി ക്രോസ് ബെഡാണ്. അപ്പം മറ്റേ എന്താ പറയാ, തീരെ പതിഞ്ഞിരുന്ന് കൊടുക്കുന്നതല്ല. പിടിച്ച കുറച്ചൊക്കെ ഓടിപ്പോവും. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് ശത്രുജീവികളിൽ നിന്ന് ആക്രമണം തടയാനുള്ള കുറച്ച് സംവിധാനം വേണം. ഈ 5 കോഴികൾ നമുക്ക് 5 മാസം കഴിഞ്ഞ് മുട്ടയിടും. നമ്മൾ എന്തായാലും ഇതിന്റെ ഒരു സർവേ എടുക്കും. അപ്പം നമുക്കിത് അറിയണം, റിസൾട്ട് എന്താണെന്ന് അറിയണം. എല്ലാവരും വീട്ടിൽ മുട്ടയുണ്ടാവണം, എല്ലാവരും കഴിക്കണം, എല്ലാവരും ആരോഗ്യം നന്നാക്കണം. പിന്നെ നമുക്കിത് മുട്ടയിട്ട് അടയിരിക്കുകയും കൂടെ ചെയ്യും. ചടങ്ങിൽ വെച്ച് പദ്ധതിയിൽ ഉൾപ്പെട്ട കർഷകർക്കായി ആദ്യഘട്ടത്തിൽ 59 പേർക്ക് മുട്ടക്കോഴി കുഞ്ഞുങ്ങളുടെ വിതരണം ചെയ്തു. 60ലേറെ കർഷകർ പങ്കെടുത്ത പരിപാടിയിൽ ഭരണസമിതി അംഗം രാധ ബിന്ദു, 60ലേറെ കർഷകർ പങ്കെടുത്ത പരിപാടിയിൽ ഭരണസമിതി അംഗം രാധ ബിന്ദു സന്തോഷ്, കൃഷി ഓഫീസർ ദീപ, കാർഷിക വികസന സമിതി അംഗങ്ങൾ തുടങ്ങിയവരും പങ്കെടുത്തു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ ഇടവക ദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്ന ആദ്യ ഫലശേഖരം ലേലം 1,20,000 രൂപയ്ക്ക് ലേലം നടത്തി. തൃശൂർ ഭദ്രസനാധിപൻ ഡോക്ടർ കുര്യാക്കോസ് മോർ ക്ലിമീസ് മെത്രോപൊലിത്ത ആദ്യ ലേലം 5,000 രൂപയ്ക്ക് വിളിച്ച് ഉദ്ഘാടനം ചെയ്തു. പ്രവാസിയായ കുന്നംകുളം സ്വദേശി ചെറുവത്തൂർ അനീഷ് ചുമ്മാരാണ് ആവേശത്തോടെ ആദ്യ ലേലം വിളിച്ചത്. കഴിഞ്ഞ 3 വർഷവും അനീഷ് തന്നെയാണ് വാശിയേറിയ മത്സരത്തിൽ ആദ്യ ലേലം വിളിച്ചെടുത്തത്.
മോർ ക്ലിമീസ് മെത്രോപൊലീത്തയിൽ നിന്ന് അനീഷിന്റെ മാതാപിതാക്കൾ ചേർന്ന് യേശുദേവന്റെ ഫോട്ടോ ഏറ്റുവാങ്ങി. ഇടവക അംഗങ്ങൾ എത്തിച്ച പഴം, പച്ചക്കറി വിഭവങ്ങളും ലേലത്തിലുണ്ടായിരുന്നു. വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ, ട്രസ്റ്റി CU സലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ്, തമ്പി കൊളന്നൂർ, ജോയ് പുലിക്കോട്ടിൽ, വിൽസൺ ചീരൻ, CV ഷാബു, ബിജു കൊളന്നൂർ എന്നിവർ നേതൃത്വം നൽകി. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.